നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 15, 16 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മാത്രമാണ് ഈ ദിനഫലങ്ങൾ, രാശിഫലങ്ങൾ 2 ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ദയവായി അതൊക്കെ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്കത് പരിഹരിക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പർ, ദയവേത് ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇതിൻ്റെ ഈ ദിവസങ്ങളിലെ ഫലങ്ങൾ വരുന്നതിൻ്റെ ആ ടൈമിങ് പറയാം. ആഗസ്റ്റ് 15 രാവിലെ 9:34 AM മുതൽ ആഗസ്റ്റ് 17 വൈകിട്ട് 4:19 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 15-ാം തീയതി ശനിയാഴ്ച കറുപ്പ് നീല, 16-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, തിങ്കളാഴ്ച 17-ാം തീയതി നീല അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇളം നിറങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഓക്കെ, ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 15-ാം തീയതി രാവിലെ 4:42 AM മുതൽ രാവിലെ 5:30 AM വരെയാണ് 15-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 16, 17 തീയതികളിൽ 4:41 AM മുതൽ 5:29 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 16, 17 തീയതികളിൽ 15-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:02 PM മുതൽ ഉച്ചയ്ക്ക് 12:51 PM വരെയാണ് 15-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 16-ാം തീയതി 12:01 PM മുതൽ 12:51 PM വരെയാണ് 16-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 17-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം 12:01 PM മുതൽ ഉച്ചയ്ക്ക് 12:50 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 17-ാം തീയതി അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും മന്ത്രജപങ്ങൾക്കും ആത്മീയ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാം. ഇനി രാഹുകാലം നോക്കാം. 15-ാം തീയതി രാവിലെ 9:22 AM മുതൽ 10:54 AM വരെയാണ് 15-ാം തീയതി രാഹുകാലം. 16-ാം തീയതി രാഹുകാലം വൈകിട്ട് 5:02 PM മുതൽ വൈകിട്ട് 6:34 PM വരെയാണ് 16-ാം തീയതി രാഹുകാലം. 17-ാം തീയതി രാഹുകാലം രാവിലെ 7:50 AM മുതൽ രാവിലെ 9:22 AM വരെയാണ് രാഹുകാലം. 17-ാം തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 15-8-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 1, 8, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 16-8-2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 1, 8, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 17-8-2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 1, 9, 2, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഫലങ്ങൾ നോക്കാം. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് പ്രതികൂലം. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ശോഭിക്കാൻ കഴിയും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ ഇവർക്ക് മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. പ്രതികൂലമായിട്ട്, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. സൂര്യൻ, ശനി, ശുക്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, സർവകാര്യ വിജയം, എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മികവ് പ്രകടിപ്പിക്കാൻ പറ്റും.
വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. മിഥുനം രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ചൊവ്വയും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. സൂര്യൻ, ബുധൻ, വ്യാഴം, സർപ്പം, ചൊവ്വ ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അപകടങ്ങൾ കരുതിയിരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ദോഷാധിക്യമാണെങ്കിലും ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ എല്ലാത്തിനും ഒരു തടസ്സം, പൊലിമക്കുറവ്, പൂർണ്ണതക്കുറവ് ഒക്കെ അനുഭവപ്പെടാം. കർക്കിടകം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കാം. ഇനി ചിങ്ങം രാശി മകം, പൂര, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്കും അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. എങ്കിലും ചൊവ്വ, ശുക്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക വ്രതമെടുത്ത്. കാര്യം അഷ്ടമ ശനിയാണ്. ഓക്കെ, എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ നേട്ടം ഉണ്ടാവേണ്ടതാണ്. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒക്കെ ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ ഒരു കാലതാമസം, തടസ്സം, പൂർണ്ണതക്കുറവ് ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ചിങ്ങരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക. ഇനി കന്നിരാശി ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 8 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. 12 രാശിക്കാരിൽ വെച്ച് കന്നിരാശിക്കാണ് ഏറ്റവും നല്ല ദിവസങ്ങൾ. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. യാത്രകൾക്ക് അവസരമൊരുങ്ങും. ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും. എങ്കിലും ഇപ്പോൾ മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും ഈ പറയുന്ന കണക്ക് ഇവർക്ക് യാത്രകൾ, വാഹനലാഭം പൊതുവെ ഉണ്ടാവും. പുതിയ വാഹനം ഒക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇവർക്ക് സർവ്വവിധ സൗഭാഗ്യം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. പൊതുവെ കന്യരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ്. ചന്ദ്രൻ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഡയറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു പൂർണ്ണതക്കുറവ്, കാലതാമസം, പൊലിമക്കുറവ് ഒക്കെ അനുഭവപ്പെടാം. എങ്കിലും ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഏത് കാര്യത്തിലും ഒരു വിജയ സാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടമുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം. പൊതുവെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട.
വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. വ്യാഴം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സർവ്വവിധ സൗഭാഗ്യം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, ഗൃഹലാഭം, ആഭരണ ലാഭം, ശയനസുഖം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒക്കെ പ്രതീക്ഷിക്കാം. ചൊവ്വ പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകന് അതായത് സുബ്രഹ്മണ്യന് വഴിപാട് നടത്തുക. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ശനി, ചൊവ്വ, സൂര്യൻ, വ്യാഴം പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ പ്രതികൂലമാണെങ്കിലും സർപ്പം, ശിഖി, ബുധൻ, ചന്ദ്രൻ ഇവ അനുകൂലമാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ബൗദ്ധിക മേഖലയിൽ സാധ്യതയുണ്ട്, ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. എങ്കിലും ഇവർക്ക് ഇതിനൊക്കെ ഒരു തടസ്സം, പൂർണ്ണതക്കുറവ്, പൊലിമക്കുറവ് ഒക്കെ പ്രതീക്ഷിക്കാം. ധനുരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി മകരം രാശി, ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് ശനി, ചൊവ്വ, വ്യാഴം, ശുക്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അതിൻ്റെ നേട്ടങ്ങൾ എന്തായാലും ഇവർക്കുണ്ടാവും. അത്യാവശ്യം നല്ല ദിവസങ്ങളാണ്. ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യതയുണ്ട്. എങ്കിലും സൂര്യൻ, ശിഖി, ബുധൻ ഇവ പ്രതികൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം കുറയും. എങ്കിലും ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ദാമ്പത്യ സുഖം, വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. പൊതുവെ ഇവർക്ക് ഗുണാധിക്യത്തിൽ തന്നെ അല്പം പൊലിമക്കുറവുള്ള ദിവസങ്ങളായിരിക്കും മകരം രാശിക്ക്. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. 5 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. ചന്ദ്രനും പിന്നെ ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന സർപ്പം, ശിഖി, ശനി, വ്യാഴം ഇവയെല്ലാം പ്രതികൂലമാണ്. അതുപോലെ തന്നെ ഇവർ തിങ്കളാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവാം. പിതൃഗുണം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഇവയൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ അത്ര നല്ല ദിവസങ്ങളല്ല കുംഭൻ രാശിക്ക്. ഇനി മീനം രാശി, പൂരിട്ടാതി അവസാന പാദം, ഉത്തരട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനി, ചൊവ്വ, സർപ്പം ഈ പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ജന്മശനിയാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠകളുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ ഇവർക്ക് 5ാം ഭാവത്തിൽ വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രണയ ജീവിതം സഫലമാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.